Hello everyone, welcome back to my YouTube channel and to a new video. Today we are going to discuss MAS4 ELT paper, and the topic we are going to discuss today is bilingualism versus multilingualism. So bilingualism and multilingualism are both related to the ability to speak and understand multiple languages. However, there are some differences between the two concepts. Bilingualism refers to the ability to fluently speak and understand two languages. ബൈലിംഗ്വലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്: രണ്ട് ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബൈലിംഗ്വൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് എന്താ പറയുന്നത്, സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു രണ്ട് ഭാഷയിലും സംസാരിക്കാൻ സാധിക്കും. On the other hand, multilingualism goes beyond bilingualism and refers to the ability to speak and understand multiple languages, usually 3 or more. നമ്മൾ കൂടുതലും മൾട്ടി ലിംഗ്വിസ്റ്റ് ആണ് നമ്മുടെ സൊസൈറ്റി തന്നെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കൂടുതലും മൾട്ടി ലിംഗ്വിസ്റ്റുകളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം എന്താണ്, നമ്മുടെ മദർ ടങ് ജനിക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ സംസാരിക്കാനുള്ളൊരു കഴിവ് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. സ്കൂളിലെത്തുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഷകളാണ് എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നത്, ഹിന്ദിയും ഇംഗ്ലീഷും. അത് മാൻഡേറ്ററി ആണ്. അപ്പം തന്നെ നമ്മൾ 3 ഭാഷകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കോളേജിലെത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കിട്ടുകയാണ്. ഫ്രഞ്ച്, ജർമ്മൻ, സാൻസ്ക്രിറ്റ് പോലത്തുള്ള മറ്റ് ഭാഷകൾ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് കൂടുതലും മൾട്ടി ലിംഗ്വിസ്റ്റുകളാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. 3 കൂടുതലോ ഭാഷകൾ അറിയാവുന്ന, അത്രയും ഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തികൾ. ഇനി നമുക്കൊരു കമ്പാരിസൺ സ്റ്റഡി നടത്താം ബൈലിംഗ്വലിസവും മൾട്ടി ലിംഗ്വലിസവും തമ്മിൽ. ഫസ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് ലാംഗ്വേജസ്. ബൈലിംഗ്വലിസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഭാഷകളാണ് സംസാരിക്കുന്നത്. മൾട്ടി ലിംഗ്വലിസം 3 കൂടുതലോ ഭാഷകൾ സംസാരിക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ്. ലാംഗ്വേജ് ആക്വിസിഷൻ. ബൈലിംഗ്വലിസം നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് വളരെ നാച്ചുറൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റൻഷണൽ ലാംഗ്വേജ് ലേണിംഗ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടി സംസാരിക്കാൻ ആ ഒരു കഴിവ് വരുമ്പോൾ തന്നെ മാതൃഭാഷയെ സംസാരിക്കാൻ തുടങ്ങുന്നു. സ്കൂളിലെത്തുമ്പോഴേക്കും മാൻഡേറ്ററി ആണ് ഒരു ഹിന്ദിയും, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയും യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷും പഠിച്ചിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചോയ്സ് ഇല്ല. മാത്രമല്ല ആ ഒരു കുട്ടിക്ക് അധികം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രീ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എക്സ്പോഷർ കിട്ടുന്നു. അങ്ങനെ ആ ഒരു കുട്ടിക്ക് ആ ഒരു ഒരു എക്സ്പോഷർ കിട്ടുന്നു. പക്ഷെ മൾട്ടി ലിംഗ്വലിസം എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഡെലിബറേറ്റ് എഫേർട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് സ്കൂൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കോളേജ്, യൂണിവേഴ്സിറ്റി ലെവലൊക്കെ എത്തുമ്പോൾ തന്നെ മറ്റ് ഭാഷകൾ പഠിക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ അത് ആ ഒരു കരിയറും ജോലിയും ഉപരിപഠനവും ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കും മറ്റ് ഭാഷകൾ പഠിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ആ ഒരു വ്യക്തി തന്നെ എഫേർട്ട് ഇടണം, കൂടുതൽ ആ ഒരു വ്യക്തി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിക്കണം. അതെല്ലാം ഫർദർ സ്റ്റഡീസും കരിയറും അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ സിംപ്ലി ഇൻട്രസ്റ്റും അനുസരിച്ചിരിക്കും ഏതൊക്കെ ഭാഷകൾ പഠിക്കണമെന്നുള്ളത്. അപ്പോൾ കൂടുതലും ആ ഒരു ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ എഫേർട്ട് നമ്മൾ കാണുന്നത് മൾട്ടി ലിംഗ്വലിസത്തിലാണ്. The next point is cultural and linguistic diversity. ബൈലിംഗ്വലിസം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ബൈലിംഗ്വിസ്റ്റുകളായിട്ടുള്ള വ്യക്തികൾ ഒരേ ലാംഗ്വേജ് ഫാമിലിയിലുള്ള ലാംഗ്വേജസ് ആയിരിക്കാം അറിയുന്നത്. അതായത് മലയാളം നമ്മൾ സംസാരിക്കുന്നു, നമുക്ക് കൂടുതലും തമിഴ് ഭാഷ അല്ലെങ്കിൽ ആ ഒരു സദേൺ ലാംഗ്വേജ് ഫാമിലിയിലുള്ള കുറച്ച് ഭാഷകൾ നമുക്ക് പൊതുവേ എളുപ്പമായിരിക്കും പഠിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് ചില വാക്കുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മലയാളം, തമിഴ്, തെലുങ്ക് പോലത്തുള്ള ഭാഷകളെല്ലാം തന്നെ ഒരേ ലാംഗ്വേജ് ഫാമിലിയിലായതുകൊണ്ടാണ്. പക്ഷെ മൾട്ടി ലിംഗ്വലിസം എടുത്ത് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫാമിലീസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഗ്രൂപ്പ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് നമ്മൾ മലയാളം സംസാരിക്കുന്നു, മലയാളം ഉൾപ്പെടുന്ന ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇംഗ്ലീഷ് ഭാഷ ഉൾപ്പെടുന്ന ലാംഗ്വേജ് ഫാമിലി. അതുകൊണ്ട് തന്നെ മൾട്ടി ലിംഗ്വലിസ്റ്റ് കുറച്ചും കൂടി ഒരു എക്സ്പോഷർ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫാമിലി, ഡിഫറെൻറ്റ് ലാംഗ്വേജ് കൾച്ചറായിട്ട് കൂടുതലൊരു എക്സ്പോഷർ മൾട്ടി ലിംഗ്വിസ്റ്റുകൾക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഇസ് കോഗ്നിറ്റീവ് ബെനിഫിറ്റ്. ബോത്ത് bilingualism and multilingualism offer cognitive advantages.
such as improved problem-solving skills, enhanced executive function, and increased mental flexibility. However, some studies suggest that the cognitive benefit may be more pronounced in multilingual individuals. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നേരത്തെ പോയിന്റ് തന്നെയാണ്. അവർ കൂടുതലും എക്സ്പോസ്ഡ് ആവുകയാണ് കൂടുതൽ ലാംഗ്വേജ് ഫാമിലിയിലേക്കും കൂടുതൽ ലാംഗ്വേജ് കൾച്ചറിലേക്കും. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഭാഷകൾ പഠിക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ ആ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റിയും ലിംഗ്വിസ്റ്റിലാണ് കൂടുതൽ കാണാൻ പറ്റുന്നതെന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇസ് ലാംഗ്വേജ് യൂസ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇതിൽ പറയുന്നത് ബൈലിംഗ്വലിസ്റ്റ് കൂടുതലും 2 ഭാഷയാണ് സംസാരിക്കുന്നത്. അവർ വീട്ടിലൊരു ഭാഷയും അതുപോലെ തന്നെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ സ്കൂളിൽ മറ്റൊരു ഭാഷയുമാണ്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വീടുകളിൽ പൊതുവെ മലയാളമാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം കോളേജ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷിലായിരിക്കും അവിടെ സംസാരിക്കുന്നത്. ഡിബേറ്റ് ആണെങ്കിലും ഡിസ്കഷൻ ആണെങ്കിലും ഈവൻ ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ അവിടെ നമ്മൾ ഒരു വീട്ടിലൊരു ഭാഷ സ്കൂളിലൊരു ഭാഷ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. മൾട്ടി ലിംഗ്വിസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു എക്സ്പോഷർ ഉള്ളതുകൊണ്ട് തന്നെ അവർ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്കറിയാവുന്ന ലാംഗ്വേജിലെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് വീട്ടിൽ സംസാരിക്കുമ്പോൾ മോസ്റ്റ്ലി മദർ ടങ് ആയിരിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആ ഒരു ലെവൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ഏതൊരു സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഫ്രഞ്ച് ടീച്ചറിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഫ്രഞ്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹിന്ദി ഡിബേറ്റ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഒരു എലക്യൂഷൻ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നു എന്നിരിക്കട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അങ്ങനെ കുറച്ചും കൂടി ഒരു എക്സ്പോഷറും കുറച്ചും കൂടി ഒരു ലാംഗ്വേജ് സ്വിച്ചിങ്ങും മൾട്ടി ലിംഗ്വലിസത്തിന് സാധിക്കുന്നുണ്ട്. So this is the basic comparison and contrast between bilingualism and multilingualism. There is not much difference between the two concepts actually, and I hope this was understandable and it will be helpful in making notes as well. So do like the video, and if you have any more points to add, you can do so in the comment section as well. It will be really helpful, and stay tuned for another video. See you till then. Thank you.